മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദീപയും ബൈജു ദീപയുടെയൊക്കെ വീട്ടിൽ സിറ്റൗട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ദീപ പറയുക, ഒരുത്തി ബൈജുവിനെ പറ്റിച്ചു, അവൾ ഗംഗപ്രസാദുമായി അടുപ്പമുണ്ടോ എന്ന് ഇവിടെ എല്ലാവർക്കും സംശയമുണ്ട്. അന്ന് കല്യാണത്തിൽ താല്പര്യം ആളിച്ച ആൾ പിന്നെ വേണ്ടെന്ന് വെച്ചല്ലോ. കാർത്തിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുവാണല്ലോ ബൈജു. വീണ്ടും ഒന്നുകൂടി ചിന്തിച്ചൂടെ കല്യാണത്തെ പറ്റി? ഏതെങ്കിലും കുട്ടികളെ നോക്കാൻ കിരണോടും കല്യാണോടും പറഞ്ഞാലോ? അപ്പോൾ ബൈജു പറയുക, എൻ്റെ പൊന്ന് ദീപേച്ചിയെ, ദൈവത്തെ ഓർത്ത് ഒന്നും പറയല്ലേ, ഒരബദ്ധം. കല്യാണി അളിയനെയും കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങനെ അടവുകൾ അറിയുന്ന ഒരു പെണ്ണിന് ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ലല്ലോ, പറ്റാൻ പാടില്ലല്ലോ. ഉടനെ ഒരു കാറ് വന്ന് നിൽക്കുവാണ് കേട്ടോ. കിരണും കല്യാണിയും പ്രകാശനും കൂടി ഇറങ്ങി വരുവാണ്. അപ്പോൾ ദീപയും ബൈജും കൂടി എഴുന്നേറ്റ് നിൽക്കണം. ബൈജു, ദേ പ്രകാശേട്ടൻ. അപ്പം ദീപയും പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ദീപ, മോളെ വിട്ടേക്കു, ഞാൻ പിടിക്കാം എന്നും പറഞ്ഞിട്ട് നേരെ പ്രകാശൻ്റെ കയ്യിൽ കയറി ദീപ പിടിക്കുക കേട്ടോ. പരസ്പരം നോക്കുവാണ് ദീപയും പ്രകാശനും. പ്രകാശനാണ് ദീപയുടെ പെരുമാറ്റങ്ങൾ അത്ഭുതം തോന്നുവാണ് കേട്ടോ. ദീപ കിരണും കൂടി പതുക്കെ പിടിച്ചിട്ട് പ്രകാശനെ അകത്തോട്ട് കയറ്റുക, സിറ്റ് ഔട്ടിലേക്ക് കയറ്റുവാണേ. പ്രകാശൻ പറയാം, മക്കളെ ആശുപത്രിയിൽ ഒരുപാട് പൈസയായി അല്ലേ എന്ന് പറയാം. കല്യാണി, പൈസയെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട അച്ഛാ. കിരൺ പറയാം, ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അച്ഛൻ. കല്യാണി പറയാം, പെമ്മക്കൾ ചെയ്തു തരുന്നതല്ലേ, അതൊന്നും അച്ഛനൊന്നും ആക്കണ്ട. പിന്നെ അച്ഛൻ അത് ചെയ്തത് കൊണ്ടാണ് കിരണേട്ടൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കിരണേട്ടൻ ഉണ്ടാവില്ലായിരുന്നു. അച്ഛനൊരു വൃക്കയെടുത്ത്, കല്യാണി പറയുവാണേ, അച്ഛനൊരു വൃക്കയെടുത്ത് നമ്മുടെ ആങ്ങളയ്ക്ക് വിക്രത്തിന് കൊടുത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ബൈജു പറയാം, മോനെ സ്നേഹിച്ച അച്ഛൻ മോൻ്റെ കൈകൊണ്ടായിരിക്കും അവസാനം സംഭവിക്കുന്നത്, അതുകൊണ്ട് പ്രകാശേട്ടൻ സൂക്ഷിക്കണം കേട്ടോ. പ്രകാശൻ നേരെ ദീപയും കൊണ്ട് കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുവാണ് കേട്ടോ. നേരെ അകത്തോട്ട് പോവാണ്. കല്യാണി വാതിക്കൽ ഇങ്ങനെ നിന്നിട്ട് ഇവർ സംസാരിക്കുന്നത് നോക്കുവാണ് കേട്ടോ. കള്ളത്തരത്തിൽ ഒളിഞ്ഞു നോട്ടം. അപ്പോൾ ദീപ പറയാ, പ്രകാശനോട് മാപ്പ് ചോദിക്കുന്നു. പ്രകാശൻ പറയേ, ഞാൻ ചെയ്തതിന് നിന്നോട് ലക്ഷ്മിയോടും എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തത്, നിങ്ങൾ രണ്ടാളോടും ഞാനാണ് മാപ്പ് ചോദിക്കേണ്ടതെന്ന് പറയുകയാണ്. കല്യാണി ഇതൊക്കെ കണ്ടിട്ട് അവരുടെ സ്നേഹപ്രകടനമൊക്കെ കണ്ട് നിൽക്കുകയാണ് കേട്ടോ. പ്രകാശൻ കൈയെടുത്ത് ദീപയുടെ നെഞ്ചിൽ കൈ വയ്ക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ. കല്യാണി ഉടനെ ഇങ്ങ് വാന്നും പറഞ്ഞിട്ട് കിരണിനെ വിളിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രകാശൻ പറയാം, കുറച്ചു കാലം മുൻപ് വരെ എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര വെറുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ പിന്നീട് അതെല്ലാം മാറി നല്ല രീതിയിലായി എന്ന് പറയുകയാണ്. ദീപ പറയും, ഇനി ഒരുപാട് കാലം എൻ്റെ മക്കളുടെയും കാർത്തിക മോളുടെയൊക്കെ അച്ഛനായിട്ട് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ കിരൺ പറഞ്ഞു, കല്യാണി നീ ചെല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് അങ്ങ് മാറുവാണേ. അപ്പോൾ ആ സമയത്തേക്ക് കല്യാണി പറയാം, അത് നടക്കട്ടെ അല്ലേ അമ്മേ. രണ്ടുപേരും കല്യാണിയെ നോക്കിയിട്ട് ഇവളിവിടെ നിൽപ്പുണ്ടായിരുന്നോ എന്ന രീതിയിൽ പെട്ടെന്ന് കിരണും അങ്ങോട്ട് വന്നു കേട്ടോ. രണ്ടുപേരും കൂടി അകത്തേക്ക് റൂമിനകത്തോട്ട് കയറി വന്നിട്ട് കിരൺ പറയാം, ഒരു കാലത്ത് രണ്ടുപേരും നന്നായിട്ട് വഴക്കുണ്ടാക്കി പിരിഞ്ഞു. ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് രണ്ടുപേരും നന്നായി സ്നേഹിക്കും. അച്ഛൻ്റെ ഭാഗ്യമാണ് കേട്ടോ, രണ്ട് സൈഡ് രണ്ട് അമ്മമാർ. അപ്പോൾ പ്രകാശൻ പറയാം, ബന്ധത്തിലും താലിയിലും ഒന്നുമല്ല കാര്യം. അപ്പോൾ ഉടനെ കല്യാണി പറയുവാണേ, ഈ രണ്ട് ഭാര്യമാരുമായി അച്ഛൻ ബന്ധമൊഴിഞ്ഞതാണ്. അത് ശരിയാണ് മക്കളെ, പക്ഷേ മനസ്സുകളുടെ ഐക്യമാണ് ഏറ്റവും വലുതെന്ന് പ്രകാശൻ പറയുകയാണ്. കിരൺ പറയാം, ആ തിരിച്ചറിവ് അച്ഛനിപ്പോൾ ഉണ്ടായല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ദീപ പറയാം, എൻ്റെ മോള് എന്ന് കിരൺ മോനെ പരിചയപ്പെട്ടോ അന്ന് മുതലാണ് ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്, പ്രത്യേകിച്ച് എൻ്റെ മോളുടെ ജീവിതത്തിന്. അങ്ങനെയുള്ള ഒരാളുടെ ജീവൻ രക്ഷിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ സ്നേഹവും നന്ദിയും എന്നും എനിക്കും ലക്ഷ്മി ചേച്ചിക്കും ഉണ്ടാകും. അപ്പോൾ കല്യാണി പറയാം, അച്ഛൻ കേൾക്കാൻ കുതിക്കുന്ന വാക്കുകളാണല്ലോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങ് സ്നേഹിക്കുക, ഞങ്ങൾ രണ്ടാളും പോട്ടെ എന്നും പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങുവാണേ. ദീപ പറയുക, സ്നേഹിക്കാൻ പറ്റിയ മൂഡിലൊന്നും അല്ല മോളെ അച്ഛൻ മുറിവേറ്റിരിക്കുമല്ലേ. അപ്പോൾ കിരൺ പറയാം, മുറിവേറ്റിരിക്കുകയാണെങ്കിൽ അമ്മയുടെ വാക്കുകൾ അച്ഛൻ്റെ മനസ്സിനൊരു കുളിർമ നൽകുന്നുണ്ട് അല്ലേ അച്ഛാ. വാ കല്യാണി, നമുക്ക് പോവാം, സ്വർഗത്തിലെ കട്ടറുമായി നമുക്കിവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് അവർ രണ്ടാളും അങ്ങ് പോവാണ് കേട്ടോ. ദീപ അടുത്തിരുന്ന് സംസാരിക്കുവാണ്. അപ്പോൾ ദീപ പറയുക, എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തന്നോളാം. പ്രകാശൻ പറയുക, ദീപയുടെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് പറയുവാണ്, നീ എൻ്റെ അടുത്തിരിക്കുന്നത് തന്നെ എനിക്ക് വലിയ സമാധാനമാണ്. എൻ്റെ എല്ലാ തെറ്റുകൾക്കും മാപ്പിടി. ജയിലിൽ ബാക്കി അവരുടെ സംസാരം ഇവിടെ വെച്ച് അവസാനിക്കുക. പിന്നെ ജയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ജയിലിൽ ശാരി രാഹുലിനെ കാണാൻ എത്തിയിരിക്കുക. രാഹുൽ പറയും, ആരെയും കാണാതെ ശ്വാസം മുട്ടി കഴിയുമായിരുന്നു, എന്താ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് വരാത്തത്? ശാരി ചോദിക്കുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാനുള്ള ഒരു സുഖമുള്ള മുഖമല്ലല്ലോ നിങ്ങളുടേത്. നമ്മുടെ മോളുടെ അവൾ പറഞ്ഞത് എന്തായി?
നമ്മുടെ മോൾക്ക് നിങ്ങളായിട്ടുണ്ടാക്കി കൊടുത്ത നന്മകൾ ഓർത്തിട്ടല്ലേ? അവൻ്റെ കാര്യം അറിയാനാണ് അവളെ ജീവനോടെ ചുറ്റുകരിച്ച ആ നശൂലത്തെ. രാഹുൽ പറയാണ്, ജയിലിൽ വെച്ച് അവനെ എന്തെങ്കിലും ചെയ്താൽ ശിക്ഷ കൂടുതൽ കിട്ടുമെന്ന് അറിയാം, എന്നാലും കുഴപ്പമില്ല. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും എൻ്റെ മോളുടെ സംതൃപ്തിയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അവനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ കൊന്നിരിക്കും. ഇപ്പോൾ അവൻ്റെ കാര്യം അറിയാമോ? അവൻ ഏതു നേരവും ഒരേ ആലോചനയാണ് കൺമണിമോളെക്കുറിച്ച്. അവനെ മോളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും. ശാരി പറയാം, അവൻ്റെ മുഖം അടിച്ച് പൊട്ടിച്ചൂടായിരുന്നോ നിങ്ങൾക്ക്? രാഹുൽ പറയാം, മുഖമല്ല, അവൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ തടസ്സം പിടിക്കാൻ ഈ ജയിലിനകത്ത് ഒരുപാട് പേരുണ്ട്. അവൻ്റെ അടുത്ത അടവാണ് കുഞ്ഞിനോടുള്ള സ്നേഹം. അവൻ ജയിലിലുള്ള എല്ലാവരോടും പറയുന്നത് അവന് കുഞ്ഞിൻ്റെ മുഖം കാണാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ്. ശാരി പറയുക, അവനോട് പറ കൊണ്ടു കൊടുക്കാമെന്ന്, അതിനെ കൂടി കൊന്നുകളയാൻ പറ. അവൻ പുറത്തിറങ്ങിയാൽ ഉണ്ടല്ലോ, അവൻ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടുന്നത് ഞാനായിരിക്കും. എൻ്റെ മോള് ഒരു കൊലയാളി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ പറയാം, നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജയിലിനകത്ത് വെച്ച് തന്നെ അവനെ തീർക്കാൻ ശ്രമിക്കുന്നത്. അവസരം വരും ശാരി, ഒരു ദിവസം എൻ്റെ മോൾ വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, അവളുടെ ജീവിതം തകർത്തവൻ ഇന്നില്ല, ഈ ഭൂമിയിൽ തന്നെ ഇല്ല എന്ന്. ശാരി പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരോൾ കിട്ടിയാലും അവൾ നിങ്ങളുടെ അരികിലേക്ക് തന്നെ ഓടിയെത്തും എന്ന് ശാരി പറയുവാണേ. ശാരി പറയാം, അവൻ കല്യാണ വീരനെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോളുടെ കണ്ണിൽ നിന്ന് കണ്ണീരല്ല വന്നത്, ശരിക്കും പറഞ്ഞാൽ ചുടി ചോരയാണ് വന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എങ്ങനെയായാലും അവനെ കൊന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് ശാരി അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ചന്ദ്രനും കിരണും രൂപയും കല്യാണിയും കൂടിയുള്ള സംസാരമാണ്. അപ്പോൾ ചന്ദ്രൻ പറയുകയാണ്, കിരണേ, നമുക്കിപ്പോൾ കാർത്തിക മോൾക്ക് പൊന്നു കൊടുത്തോ കല്യാണം നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ തന്നെ മുൻപന്തിൽ നിന്നെല്ലാം ചെയ്യണമെന്ന് പറയുകയാണ്. നമ്മളെ തേടി വന്നവരാണ് ശരിക്കും ലക്ഷ്മിയമ്മയും കാർത്തികയും, നമുക്ക് സഹായം ചോദിച്ച് ഇങ്ങോട്ട് വന്നവരാണ്. അപ്പം എന്നിട്ട് ശാരി ചോദിക്കാം, മോളെ നിശ്ചയത്തിന് സ്വർണ്ണം ഒന്നും എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയാം, കാർത്തികേച്ചിയുടെ ഒരു നെക്ലസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മോതിരവും വാങ്ങണമല്ലോ. ഞാനും ലക്ഷ്മിയമ്മയും കാർത്തികേച്ചിയും കാദംബരി ചേച്ചിയും കൂടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ പറയാം, പയ്യൻ നല്ലതാണല്ലേ, അതൊരാശ്വാസമായല്ലോ. കാർത്തിക എല്ലാം പറഞ്ഞാണല്ലോ, ദിലീപ് ഒന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടൊരു ആശ്വാസം എന്ന് പറയാം. ആ സമയത്തേക്ക് നമ്മുടെ ശാരി കയറി വരും കേട്ടോ. അപ്പോൾ ചന്ദ്രൻ പറയല്ലോ, എത്തിയല്ലോ, ജയിലിൽ പോയി ബിഹാസുരനെ കണ്ടോ? അപ്പോൾ ശാരി പറയും, ഞാനും സരയും അയാളെ കാണാൻ പോകുന്നത് അയാളെ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, സരയുവിൻ്റെ ശത്രുവായ മനോഹറിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോണേന്ന് പറയുവാണ് കേട്ടോ നമ്മുടെ ശാരി. അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് പോയിട്ട് എന്താണെന്നുള്ള അവസ്ഥയാണ് ചോദിക്കുന്നത്. നീയൊക്കെ ഇങ്ങനെ ജയിലിൽ പോയിട്ട് അവനെ കൊല്ലുകൊല്ലെന്ന് പറഞ്ഞ് അവനെ ഒറ്റയടിക്ക് മരിക്കില്ലേ, അവനൊക്കെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കേണ്ടതാ, ഒറ്റയടിക്ക് മരിച്ച രക്ഷപ്പെടുന്ന അവൻ തന്നെയാണെന്ന് പറയാം. ചന്ദ്രൻ പറയുക, നമ്മുടെ സരയുനാണ് 16 വയസ്സല്ലേ ഉള്ളൂ, കല്യാണി മോളുടെ പ്രായമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവൾക്ക് വീണ്ടും ഒരു വിവാഹം ചെയ്യാമല്ലോ, രണ്ടാമതൊരു കല്യാണം കഴിച്ചുകൂടെ? രൂപ പറയും, ശരിയാണ്, നല്ല മാറ്റമുണ്ട്, ഇപ്പോൾ അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടും. പിന്നെ ജയിലിൽ കിടക്കുന്നവനെ ആ കുഞ്ഞ് അച്ചാന്ന് വിളിക്കേണ്ട കാര്യമില്ല, രണ്ടാമത് വരുന്ന ആളെ കുഞ്ഞിനെ അച്ചാന്ന് വിളിക്കട്ടെ. അവ ശാരി പറയും, ഞാനിത് കിരൺ മോനോടും കല്യാണ മോളോടും പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, രണ്ടാം വിവാഹത്തിന് നിർബന്ധിക്കാൻ. അപ്പോൾ കല്യാണി പറയും, ഞങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അവൾ വേറൊരു വിവാഹം ചെയ്ത് പോകുന്നതിന്, പക്ഷേ സരയും അതിന് തയ്യാറാവണം. കിരൺ പറയുക, ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ചിട്ട് അവൾ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തായാലും ഞങ്ങൾ പറയാം. അപ്പം ശാരി പറയാ, ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്, കമ്പനിയിലപ്പോൾ അവൾ ജോലിക്ക് വന്നില്ല, നിങ്ങൾ നിർബന്ധിച്ചാൽ ഉറപ്പായി അവൾ കല്യാണത്തിന് സംഭവിക്കും. കല്യാണി പറയുവാണ്, ഞങ്ങൾ എന്തായാലും പറഞ്ഞു നോക്കാം. അപ്പോൾ ശാരി പറയുക, എന്നിട്ട് വേണം എൻ്റെ മോളെ കൂട്ടി ആ ചെക്കനെയും കൂട്ടിയിട്ട് നേരെ ജയിലിൽ പോയിട്ട് ആ മനോഹർ അത് കാണണം. അപ്പോൾ കല്യാണി പറയുക, അങ്ങനെയുള്ള അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയൊന്നും കാണിക്കേണ്ട, എൻ്റെ അച്ഛനും അമ്മൂമ്മയൊക്കെ എന്ത് ദുഷ്ടത്ര എന്നോട് കാണിച്ചുകൊണ്ടിരുന്നത്, അവരൊക്കെ മാറിയില്ല, അതുപോലെ ചിലപ്പോൾ മനോഹർ മാറിയിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ശാരി പറയാം, അവന് കൺമണിമോളെ കാണണമെന്നാണ് ആഗ്രഹം, അവൻ്റെ ഊണിൽ ഉറക്കത്തിൽ കൺമണി പോകണമെന്നൊരു വിചാരം മാത്രമേ അവന് ജയിലിലുള്ളതെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണി കിരൺ ഇതൊക്കെ കേട്ടതിന് ശേഷം അവർ പറയാം, ഓക്കെ, ഞങ്ങൾ എന്തായാലും സരയിനോട് പറയാം, അവൾ എന്താ പറയണമെന്ന് വെച്ച് നോക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ഓഫീസാണ്. അപ്പോൾ കമ്പനിയിലെ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ്ങിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ സരയും. കല്യാണി വന്നിട്ട് സരയു എന്ന് വിളിക്കുക. അപ്പോൾ കിരൺ ചോദിക്കുക, എന്തായി, ശരിയായി വരുന്നുണ്ടോ, മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൾ വരച്ച പ്ലാൻ നോക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ സരയു പറയുക, പിന്നെ തെറ്റുകൾ വരുമ്പോൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. കല്യാണി പറയുമോ, സരയിൻ്റെ അമ്മ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുവാണെന്ന് പറയാം. അപ്പം കിരൺ പറയാ, അമ്മയെന്ന് പറയുമ്പോൾ ഏതമ്മയെന്ന് അവൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ അവൾക്ക് നിലവിൽ 2 അമ്മമാരുണ്ടല്ലോ. അപ്പോൾ കല്യാണി പറയുക,
കല്യാണം പറയാം വളർത്തമ്മയാന്ന് പറയുമ്പോൾ കിരൺ പറയാം വളർത്തമ്മ പറഞ്ഞിരിക്കുവാണ് നിന്നെ എന്തായാലും മനോഹർ എന്ന് പറയുന്ന ഒരുത്തൻ നിൻ്റെ മനസ്സിൽ നിന്ന് പോയില്ലേ, ഇനി നിനക്ക് വേറൊരു വിവാഹത്തെക്കുറിച്ചാണെന്ന് പറയുന്നത്, നിനക്ക് 26 വയസ്സല്ലേ ആയുള്ളൂ എന്ന് കിരൺ പറയുകയാണ്. എന്നിട്ട് പറയുന്നത് ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കണമെന്നാണ്, നിന്നെ സമ്മതിപ്പിക്കണമെന്നാണ് ശാരിയമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പം അതിലിങ്ങനെ സ്തബ്ധയായി നിൽക്കുന്ന സരയുവിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.